100 തരാളുണ്ട് അടിക്കാം. പൊന്നരക്കൊക്കെ തരൂലേ? തരൂലേ പറ്റും അങ്ങനെ കൊണ്ടേ കിട്ടേത് നിങ്ങള് അങ്ങനെ ഇറങ്ങോളാം ഇവ കൈക്ക് പിടിച്ചു കൊടുക്കാം. വേണ്ടേ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ₹1 അവിടെ ലാഭം വെച്ചാൽ അവിടുക്കാ പോവാ. ഇന്റെ ₹1 നല്ല വില ഞാൻ കൽപ്പിച്ചോണ്ട് വാ. അപ്പൊ മാനം കെടുത്തല്ല മാനന്തവാടിക്ക് അവള് വന്നിക്കണത്. അംഗനവാടി ചേർത്ത വന്നിക്കല്ലേ? അംഗനവാടി അല്ല മാനന്തവാടി. മാനം കെടുത്തി ഇഞ്ചും പന്തും കോട്ടടി അത് കാലുമൊക്കെ അടിക്കല്ലോ. ഓർത്ത് മാനം കെടുത്താണെങ്കിൽ വരുന്നത്. നിങ്ങൾ എവിടെ പോവാന്ന് പറയാതെ ഞാൻ വരുന്നില്ല. ഹാപ്പി 7 days എന്ന് പറഞ്ഞ ഹൈപ്പർ മാർക്കറ്റ് മാനന്തവാടിയിൽ ഇന്ന് തുറന്നോക്കണു. വില കമ്മിയുള്ളടത്തേക്ക് കോയ പോവുള്ളൂ. 5 കിലോന്റെ അഡ്മിന്റെ ഏതൊരു പുട്ടുപൊടി വാട്സപ്പത്തെ ആണോലോ തമ്പുരാനെ അജ്മീന്റെ ആണ് തന്നെ. വെറുതെ അജ്മീൻ നല്ല ഗ്രൂപ്പിൽ ലെഫ്റ്റ് അടിച്ചേ. 5 കിലോന്റെ അജ്മീർ റൈസ് പൗഡർ 255 5 കിലോന്റെ വിട്ടുപിടി എന്നാ കാണിക്കാം. പറഞ്ഞോ എത്താണ് വിട്ടുപിടിയായിരുന്നു. അടച്ചന വിട്ടുപിടി അല്ല പുട്ടുപൊടി അങ്ങാട്ടാ 265 എനിക്ക് ഇനി മുതൽ ആംബ്ലേറ്റ് പീറ ഞാൻ കെടുത്തു. അതെ കണ്ണത്തിന് ദിവസമായിട്ട് ഇതിന് ₹3 ഒന്നിന് തന്നെ. എന്നും ആംബ്ലേറ്റ് വേണം. ഈ കാണുന്ന കംഫർട്ടിന് വെറും ₹175. അതിനെ പോട്ടെ വണ്ടി പോട്ടെ. ഉലഞ്ചല്ലേ നിർത്ത 5 കിലോ ഉലഞ്ചക്ക്. പഴഞ്ചക്കല്ല ഉലഞ്ചണ്ട്. 5 കിലോ ഉജാലക്ക് ₹320. കിച്ചൺ ഡ്രസ്സേഴ്സിന്റെ സാദാ മസാല, കോഴി മസാല, നീച്ചോയ്ക്കാള അങ്ങനെ തന്നെയല്ലേ. ചിക്കൻ മസാല, മീറ്റ് മസാല, സാമ്പാർ മസാല ഇതിൽ ഏതെടുത്താലും ₹25 എടുത്താൽ മതി. എന്നിട്ട് നീച്ചോയ്ക്കാളാ. തക്കാളി 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 മോറിസൺസിന്റെ ബേബി ഡ്രൈപ്പർ ₹399. തക്കാളി തക്കാളി പടച്ചോനെ തന്തപ്പൊടി ഇവിടെ കച്ചവടം തുടങ്ങിയോ? തക്കാളി തീരെ അന്തലേക്ക് നിങ്ങൾ കാട്ടണേ. ഇത് പിടിച്ചു ഇവിടെ ഇത് 1ാം തീയതി ഉദ്ഘാടനം ആയതോടെ 1 കിലോത്തിന് ₹4 എടുത്താൽ മതി. അതെത്തി നിങ്ങൾ വിളിച്ചറിഞ്ഞേ. തക്കാളി ചട്ടി ഉണ്ടാക്കണ്ടേ? 500 ml മിൽമന്റെ നെയ്യിന് ₹309. രുചി ഗോൾഡിന്റെ പാം ഓയിലിന് ₹109. യാർലിന്റെ എയർ ഫ്രഷ്നർ ₹69. 1.5 ലിറ്റർ ഇംബക്സിന്റെ കെറ്റില് വെറും ₹399. പെർഫെക്റ്റിന്റെ മോപ്പ് ₹65. ഇത് ഞാൻ പറഞ്ഞോളാം. മിസ്റ്റർ ബീന്റെ ചൂല് ₹45. പടച്ചോനെ മിസ്റ്റർ ബീൻ അല്ലതേ മിസ്റ്റർ ക്ലീൻ ആണ്. മാനം കെടുത്തി ഒന്ന് തന്നാ ഈ മാനം കെടുത്തി നീ അങ്ങനെ കേട്ടോ തുടങ്ങിട്ടേ. ജിന്റെ തന്ത വേദിട്ടോ എന്റെ തന്ത ഞാനാണ്. പിന്നെ നോക്കിക്കണോ തന്നോളേ. അറിയല്ലേ എന്തിനാന്നുള്ളത്?